ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിക്സഡ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ളൊരു ദിവസം ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വളരെ ചുരുക്കിയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനും ത്രിജുവും പോകുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെ കുറ്റ്യാടി തൊട്ടിൽപ്പാലാണ്. അപ്പോൾ എൻ്റെ വീടാണെങ്കിൽ വയനാട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അതായത് ഉത്രാടത്തിൻ്റെ തലേന്നാണ് കേട്ടോ. ഇതെന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കസിനും അനിയത്തിയും കൂടെ ഒരു മേക്ക് ഓവർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഇന്നലെയാണ് എന്നെ വിളിക്കുന്നത്. മേക്ക് ഓവർ ചെയ്താൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാമല്ലോ എന്ന്. അവർ വിളിച്ചാൽ പിന്നെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോൾ ഞാൻ ഈ ഒരു കോഴ്സ് പഠിക്കാൻ നേരത്തെ എൻ്റെ ഹസ്ബൻഡ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്തുനിന്നുള്ള ചില ആളുകളൊക്കെ എന്തിനാണ് ഇത് പഠിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത്, അതായത് നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് തന്നെ ഉപകാരപ്പെടുമല്ലോ അവളത് പഠിച്ചാലെന്ന് കേട്ടോ. പക്ഷെ അതൊരുപാട് സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിപ്പം പുറത്തുനിന്നുള്ള വർക്ക് എടുക്കുകയാണെങ്കിലും നമുക്കും ഒരുപാട് കാര്യങ്ങൾക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനും ഒന്നും വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ തന്നെ പിന്നെ നമ്മുടെ ആ ഒരു KSRTC ഡിപ്പോയിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ തൃശ്ശൂരിന് ഞാനും കൂടെ KSRTC ബസ് കയറി അങ്ങനെ പോയി. അപ്പോൾ വീട്ടിലെത്തിയപ്പം അച്ഛമ്മ പുളിങ്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. ഇത് ഞാൻ കൊടുത്തൊരു ടാസ്ക്കാണ് കേട്ടോ. കാരണം ഞാൻ കുറച്ച് പുളിങ്കറി ഉണ്ടാക്കി തരുമോ, എനിക്ക് അങ്ങ് എടുക്കാമെന്ന് പറഞ്ഞാണ് കേട്ടോ അച്ഛമ്മേനോട്. കാരണം ഞങ്ങളങ്ങനെ ഇവിടെ പുളിങ്കറി ഉണ്ടാക്കാറില്ല, പിന്നെയും ഞാനാണ് ഉണ്ടാക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ഞാൻ തിരിച്ചെത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് പുളിങ്കറി, അതുപോലെ എനിക്ക് അച്ഛമ്മേൻ്റെ പുളിങ്കറിയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ പോകണം. കാരണം ഞങ്ങളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നാളെയാണ് ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാത്തൂനൊക്കെ വരുന്നത് നാളെയാണ്. അപ്പോൾ മറ്റന്നാൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യണം. അതുകൊണ്ട് അവിടെ നാളെയാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി. എൻ്റെ അനിയത്തി വന്നു, കസിൻ വന്നു, അവളെ കസിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നാലാളും കൂടെ പിന്നെ എല്ലാം ചടപടേന്നായിരുന്നു. കാരണം 3 മക്കളുണ്ട്, 2 അനിയത്തീൻ്റെ മക്കളും പിന്നെ എൻ്റെ ഒരു മോനും. അപ്പോൾ അവരുടെ ഇടയിൽ വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടോ. അമ്മയും അച്ഛമ്മയൊക്കെ എത്ര പിടിച്ച് വെച്ചാലും നമ്മളടുത്ത് തന്നെയായിരിക്കും അവർ ഫുൾ ടൈം ഉണ്ടാവുക. അങ്ങനെ ഞാനാണെങ്കിലേ നിന്ന് മടുത്തൊരു ദിവസമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിന്നത് ഒഴിവാക്കായിരുന്നു. പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ദിവസമാണ്. കാരണം നാളെ നമുക്ക് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ വീട്ടിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പിന്നെ ഇവിടെ വന്ന് തിരിച്ചു പോകുകയെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷേ എനിക്കിങ്ങനെ മൾട്ടി ടാസ്ക് ഏറ്റെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിതും എൻ്റെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എല്ലാവർക്കും 3 പേർക്കും പെട്ടെന്ന് തന്നെ മേക്കപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ ഹെയർ ഇവർ തല നിറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ടല്ല, പക്ഷേ ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരെ ഹെയറും ക്രിമ്പറൊന്നും പിടിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഹെയറൊക്കെ അവരെ ഇഷ്ടത്തിന് തന്നെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താണ്. ഹെയർ മര്യാദയ്ക്ക് കെട്ടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഇവരോട് എപ്പം പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവരൊരുക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എനിക്കാണെങ്കിൽ പിന്നെ ഒരുങ്ങാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വേഗം ഡ്രസ്സ് എടുത്ത് ഇട്ട്, കാരണം എനിക്ക് തിരിച്ചു പോകും വേണേ. അപ്പോൾ ഞാൻ വേഗം എങ്ങനെയൊക്കെയൊക്കെ ആക്കി ഞാനും ഒരുങ്ങി കേട്ടോ. അപ്പോൾ 3 ആളെയും ഒരുങ്ങിയത് 3 ആൾക്കും ഒരുക്കിയത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കസിൻ പറയുന്നുണ്ട് അവൾ പൊതുവേ മേക്കപ്പ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല, ചെയ്താൽ തന്നെ വേർത്തൊലിച്ച് ആകെ പോവും. അപ്പോൾ അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഇത്രയും നന്നാവുന്നുള്ളത്. ഞാൻ വരുന്നവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു എന്ന് കേട്ടോ. അനിയത്തിന് ഞാൻ പിന്നെ ഇതിന് മുന്നേ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്, അവൾക്കും ഇഷ്ടമായി. പക്ഷേ എൻ്റെ കസിനും നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അവളെ കസിനും നല്ല രീതിയിൽ തന്നെ ഇഷ്ടമായി മേക്കപ്പും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ നേരം ഫോട്ടോസും വീഡിയോസൊക്കെ മാറി മാറി എടുത്തു കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും തന്നെ ഒരുപാട് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ വേറെ പോസ്റ്റായിട്ട് ഇടുന്നതാണ്. പിന്നെ എൻ്റെ ഐഫോണൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഫോണിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുത്താൽ അത്ര ക്ലിയർ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ കാണിക്കാത്തത്. അത് പിന്നെ നമ്മുടെ വേറെ ഐഫോണിലാണ് വേറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. അപ്പോൾ ഇതിലേക്കാണെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ആവുന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോകാനുള്ള അനിയത്തിയൊക്കെ ആണെങ്കിലും തിരിച്ച് പോയി, കസിൻസ് അവരും പോയി. അപ്പോൾ ഞാനും ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കോറോത്ത് പോയി, കോറോത്തുനിന്ന് തൊട്ടിൽപ്പാലം ബസ് കയറി അങ്ങനെ പോകണം കേട്ടോ. സംഭവം ഒരു 1.5 മണിക്കൂറത്തെ യാത്രയാണ്. അങ്ങനെ ഞാനും ത്രിജുവും കൂടെ പോയി. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏകദേശം ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മ ഓരോ തിരക്ക് പിടിച്ച പണിയാണ് കേട്ടോ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം
നാളെ പെങ്ങളും ഹസ്ബൻഡും അവരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ പിന്നെ ഉണ്ട ഇടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ അതാണ് കേട്ടോ എല്ലാത്തിനും സ്പെഷ്യൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ അരി വറുക്കുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്തെ ഓരോ തിരക്കുകളിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാൻ തേങ്ങ ചിരവുന്ന പരിപാടി ഏറ്റെടുക്കാമെന്ന്. ഞാൻ പിന്നെ കുളിക്കാനൊന്നും നിന്നില്ല, കാരണം ഓൾറെഡി വീട്ടിൽ നിന്ന് ഫ്രഷ് ആയിട്ടാണ് വന്നത്. ഇനിയിപ്പം തേങ്ങയൊക്കെ ചിരവുമ്പോഴേക്ക് നന്നായിട്ട് വിയർക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതേ ഡ്രസ്സ് തന്നെ അങ്ങ് വേഗം ചിരവിയിട്ട് പിന്നെ കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ സമയം ലേറ്റാവും. അങ്ങനെ ഞാൻ തേങ്ങ ചിരവാൻ തുടങ്ങിയിട്ടേ ഒരു 6-7 തേങ്ങയെങ്കിലും ഞാൻ ചിരവിയിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് പായസത്തിന് തേങ്ങ വേണം. അതായത് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നതെങ്കിലും പാല് തറവാട്ടിലെ അച്ചമ്മയും അവരൊന്നും കുടിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണം. പിന്നെ കൂട്ടുകറി ഞാൻ ഇന്നേ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണം. പച്ചടി അമ്മ ഇന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അരിയുണ്ടയ്ക്ക് തേങ്ങ വേണം. പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് തേങ്ങ വേണം കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ നിന്ന നിപ്പിൽ തന്നെ റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൂട്ടുകറിയൊക്കെ ഇവിടെ റെഡിയാക്കി. അങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കി അരിഞ്ഞും പെറുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നാളെയാണെങ്കിൽ എല്ലാവരും ചെറിയമ്മയും എല്ലാവരും ഉണ്ടാവും. പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു കുറേ പണികളൊക്കെ തീർത്ത് വെച്ചാൽ ഓണാകുമ്പം എന്തെങ്കിലുമൊക്കെ ചില പണികൾ ഉണ്ടാവും. അപ്പോൾ കുറേ പണികളൊക്കെ തീർത്ത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ലേറ്റ് ആയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കിടന്നിട്ടൊക്കെ ഉള്ളത്. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി പിന്നെ നാളത്തേക്കുള്ള കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചു. രാവിലത്തേക്കുള്ള പുട്ടിന് വേണ്ടിയിട്ടുള്ള കറിയും ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഉണ്ടല്ലോ, ശരിക്കും ഇതിൽ കാണുമ്പം അങ്ങനെയൊന്നും തോന്നുന്നില്ലെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ ഒരു ഡേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കുണ്ടല്ലോ ഒരു കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്.